വരുന്ന തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി കോൺഗ്രസ് വലിയ ചൂടുമാറ്റത്തിലേക്കാണ് വഴിയൊരുക്കുന്നത്. കാരണം വലിയ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിതമായിട്ടുള്ള ചില ആൾക്കാർ കോൺഗ്രസിലേക്ക് വരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ഐഷ പോറ്റി. കൊട്ടാരക്കരയിൽ ഒരു പ്രധാന CPM നേതാവ് തന്നെയാണ് ഐഷ പോറ്റി. ബാലകൃഷ്ണപിള്ള, കൊട്ടാരക്കര ഈക്വൽ ബാലകൃഷ്ണപിള്ള എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല എന്നുള്ള ഒരു കാലഘട്ടത്തിൽ തോൽപ്പിച്ച് അവിടെ വിജയിച്ച, വീണ്ടും വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, CPM സ്ഥാനാർത്ഥിയാണ് ഐഷ പോറ്റി. എന്താണ് ഇത്തരത്തിലൊരു പെട്ടെന്നുള്ളൊരു ഐഷ പോറ്റിയുടെ ചൂടുമാറ്റത്തിന് കാരണം? എങ്ങനെയായിരിക്കും ഇനി CPM ഇതിനെ വിലയിരുത്തുന്നത്? കോൺഗ്രസിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇതുമൂലം സംഭവിക്കുന്നത്? എവിടെയായിരിക്കും അവരെ നിർത്തുന്നത്? ഒറ്റ വാക്കിൽ ഞാനിങ്ങ് പറയാണല്ലേ രഞ്ജിനി, ഇത് ഒരാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ല UDF നേടാൻ പോകുന്ന മണ്ഡലങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്തപ്പോൾ ഐഷ പോറ്റിയുടെ കാര്യം എടുത്ത് പറയുകയുണ്ടായി. ഉണ്ടാകും. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണപിള്ളയെ തോപ്പിച്ചു എന്നുള്ളതാണ്. വമ്പനെ വീഴ്ത്തിയിട്ടാണ് ഐഷ പോറ്റി എത്തുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഐഷ പോറ്റിയെ CPM കുറച്ച് നാളായിട്ട് അകറ്റി നിർത്തിയിരിക്കുകയാണ് ചെയ്തത്. അല്ല, സാറിന് ആലോചിച്ച് നോക്കൂ, CPMന്റെ കൊട്ടാരക്കര മണ്ഡലത്തിൽ അന്ന് ഭയങ്കര ഇതായിരുന്നു. കാരണം ബാലകൃഷ്ണപിള്ള ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി ഇത് പത്രിക സമർപ്പിച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി, ബാലകൃഷ്ണപിള്ള ജയിക്കും. കാരണം കൊട്ടാരക്കരയുടെ ഒരു എന്താ പറയുക, ഫാൻസാണ്, ആരാധകർ ഏറെയുള്ള ഒരു നേതാവാണ് ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ബാലകൃഷ്ണപിള്ള വല്ല അവിടെ ആരും ഇല്ലാതെ ഇരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഐഷ പോറ്റി അവിടെ CPM നേതാവായിട്ട് വന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ CPMന്റെ ഒരു പ്രധാന വ്യക്തിയാണ്. എത്ര പേർക്കറിയാം ഐഷ പോറ്റിയുടെ പേര്? ഒരുപക്ഷെ കൊട്ടാരക്കര കൊല്ലം നിവാസികൾക്കല്ലാണ്ട് കേരള രാഷ്ട്രീയത്തിലെ എത്ര പേർക്കറിയാം? എത്രയോ വർഷങ്ങളായിട്ട് അവരെ പിന്മാറ്റി നിർത്തി എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഐഷ പോറ്റിയുടെ പേരുകൾ CPM നേതൃത്വത്തിൽ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു ചൂടുമാറ്റം എന്തുകൊണ്ടും നല്ലതാണ്. അവരുടെ അടുത്ത തീരുമാനം അങ്ങനെ ഉണ്ടെങ്കിൽ തീരുമാനം ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. ഈ ഐഷ പോറ്റി CPM വിടുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ അവിടെ നാളെ നടക്കുന്ന, കൊട്ടാരക്കരയിൽ നടക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്തുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂന്നൊന്നുമില്ല. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകനെ അനുസ്മരിക്കുമ്പോൾ അത് ഏത് പാർട്ടിയിലുള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് എന്ന് വിചാരിച്ച് ഐഷ പോറ്റി ഇപ്പോൾ CPM വിടുന്നു എന്നുള്ള വാർത്ത തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. ആ വാർത്തയും CPM വിടുന്നു എന്നുള്ളതും ഒന്നുകൂടെ ശക്തമായിരിക്കുകയാണ്. അവർക്ക് ചില കാര്യങ്ങളിൽ CPM എന്ന പാർട്ടിയോട് ഭയങ്കരമായിട്ട് ഉള്ള ഒരു മനോഭാവം വ്യത്യസ്തമായിരുന്നു. കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവർ വലിയൊരു ഈശ്വര വിശ്വാസിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിലെ ഞാൻ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പോയപ്പോൾ ചന്ദനക്കുറിയൊക്കെ ഇട്ട്, പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിനടുത്താണെന്ന് തോന്നുന്നത്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ചന്ദനക്കുറിയൊക്കെ ഇട്ട് രാവിലെ കുളിച്ച് വളരെ നമുക്കൊരു ഐശ്വര്യമാണ് അവരെ കാണുമ്പോൾ തന്നെ. അത്രയ്ക്ക് പൊട്ടൊക്കെ തൊട്ട് വലിയ നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ചൈതന്യമാണ്. അപ്പോൾ അത്തരത്തിൽ അവർ വലിയൊരു ഈശ്വര വിശ്വാസിയാണ്. പക്ഷേ ഈ ഒരു CPM പാർട്ടിയിലേക്ക് വന്നപ്പോൾ ശബരിമല വിഷയത്തിലും പാർട്ടിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുള്ള, നാവുകൊണ്ട് അങ്ങനെ പറയേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ അവർക്കൊരു കുറ്റബോധം മനോഭാവം പലപ്പോഴും അവർ പ്രകടിപ്പിച്ചുകൊണ്ട്, മാത്രമല്ല സത്യപ്രതിജ്ഞ ആ ഒരു സംഭവത്തിൽ ഇവർ പൊതുവെ CPM പ്രവർത്തകർ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞല്ല സത്യപ്രതിജ്ഞ. അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു സത്യപ്രതിജ്ഞയായിരിക്കും ഇവർ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് പാർട്ടിയോടൊരു ചെറിയ വിയോജിപ്പുണ്ടായിരുന്നു. ഒരു പക്ഷേ അത് മാത്രമല്ല, കാരണം പാർട്ടിക്ക് ഇവർക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണനയോ സ്ഥാനമൊന്നും നമ്മൾ തലസ്ഥാനത്ത് അവരെ കണ്ടിട്ടില്ല. പണ്ടൊക്കെ എപ്പോഴോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ തലസ്ഥാനത്ത് അവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പം പാർട്ടി വേണ്ടുന്ന ഒരു ഇത് നൽകാതെ പാർട്ടിയോടും അത്തരത്തിലാണ് അവർ പെരുമാറുന്നത്. അങ്ങോട്ട് ചില കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കാതെയോ ഒക്കെയാണ് നിൽക്കുന്നത്. അവരെ ഒതുക്കി കൂട്ടുകയാണ് ചെയ്തത്. നമുക്കറിയാം ഗൗരിയമ്മയും ശൈലജ ടീച്ചറിനെയൊക്കെ പാർട്ടി ഒതുക്കിയതുപോലെ തന്നെ ഒരു പക്ഷേ പ്രധാന നേതൃത്വ സ്ഥാനത്തിലേക്ക് വരേണ്ടുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയാണ്. എനിക്ക് തോന്നുന്നു വീണ ജോർജിനേക്കാളൊക്കെ നല്ല കഴിവുള്ള വ്യക്തിയാണ്. കാരണം അത് കൊട്ടാരക്കരക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ കൊട്ടാരക്കര ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം 15 വർഷം നിയമസഭയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള
ഒരു പിന്നെ പ്രവർത്തകയാണ് ഐഷ പോറ്റി. അങ്ങനെയുള്ള ഐഷ പോറ്റിക്ക് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നതിന് യാതൊരു കാരണവശാലും ഒരു തെറ്റുമില്ല. അടിയുറച്ച CPM-കാരി ആണെങ്കിൽ പോലും ആ അനുസ്മരണത്തിൽ പങ്കെടുക്കാം. പക്ഷേ 2016 ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് പിന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു അത് CPM-ന് കിട്ടുന്നത്. ഇപ്പോൾ 2021 അവരെ അവിടെ നിന്ന് മാറ്റി നിർത്തി 3 തവണ തുടർച്ചയായി വിജയിച്ച് വരികയാണ് ചെയ്തത്. ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന 2021 ബാലഗോപാലാണ്. ബാലഗോപാലിന് വെറും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ UDF-ന് എന്തായാലും കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കൊട്ടാരക്കര മണ്ഡലം വരുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു BJP സാന്നിധ്യം ഉണ്ട് വല്ലാണ്ട്. ഒപ്പം CPM കോൺഗ്രസ് ആയിരുന്നു ഒരു കാലത്തെങ്കിൽ ഇപ്പോൾ ഒരു BJP-യുടെ ഒരു പ്രഭാവം കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കടുത്ത മത്സരങ്ങളിലേക്കായിരിക്കും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും വരുന്നത്. അപ്പം ഒരു പക്ഷേ ഐഷ പോറ്റിയെ കൊട്ടാരക്കര നിർത്തിക്കൊണ്ട് മുന്നേറാനായിരിക്കാം കോൺഗ്രസിൻ്റെ തീരുമാനമെങ്കിൽ പ്രതിപക്ഷത്തേക്ക് വരുന്നത് CPM-ലേക്കും BJP-യിലേക്കും വരുന്ന ആരെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനനുസരിച്ചായിരിക്കും ഒരു പക്ഷേ ഇനി വരുന്ന വോട്ട്. അല്ല, ഐഷ പോറ്റിക്ക് അവിടെ വ്യക്തിപരമായ വോട്ടുണ്ട്. അതാണ് 2016 40,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം വന്നിട്ടുള്ളത്. പിന്നെ അവർക്കൊരു ഹൈന്ദവ മുഖം കൂടിയാണ്. BJP അവിടെ വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു മണ്ഡലമാണ്. എന്നാലും പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരവും CPM-ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി അനുകൂല സാഹചര്യങ്ങളാണ് ഐഷ പോറ്റിക്ക് ഉള്ളത്. എന്തായാലും ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ സീറ്റ് ഐഷ പോറ്റിക്ക് തന്നെ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരാഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഐഷ പോറ്റി ആയിരിക്കും അവിടെ മത്സരിക്കുക. പക്ഷേ ഐഷ പോറ്റിക്ക് പിന്നെ കോൺഗ്രസിൻ്റെ ഇതിലായിരിക്കും മത്സരിക്കുക എന്ന്. ഐഷ പോറ്റിയുടെ കുടുംബമൊക്കെ തന്നെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. പക്ഷേ എന്നിട്ടും ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് കൊട്ടാരക്കര മണ്ഡലത്തിൽ അവിടെ പിടിച്ചടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അല്പം ദുഷ്കരമായ കാര്യമായിരുന്നു. അല്ല, അന്ന് ഐഷ പോറ്റി എനിക്കന്ന് വലിയ പ്രായമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഐഷ പോറ്റി നിന്ന സന്ദർഭത്തിലൊക്കെ ഒരു പറയുമായിരുന്നു തോക്കത്തേ ഉള്ളൂ ബാലകൃഷ്ണപിള്ള. പക്ഷെ അന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് കുറച്ച് തിരിച്ചടികളൊക്കെ വന്നിരുന്ന ആ ഒരു സന്ദർഭം ആയതുകൊണ്ടും പൊതുവെ ഒരു CPM പക്ഷം അന്ന് ജനങ്ങളുടെ ഇടയിൽ ഉള്ളത് കൊണ്ടുമാണ് അന്ന് ഐഷ പോറ്റി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. പക്ഷേ ബാലകൃഷ്ണപിള്ളയോളം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊട്ടാരക്കര എന്നുള്ളത് അവർ മാറ്റിക്കുറിച്ച് കുറേയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു നേതാവാണ്. ഒരുപക്ഷെ മന്ത്രിപദത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പല സ്ഥാനങ്ങളും അല്ല പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കും. അല്ല, അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിൽ UDF ഒരു സീറ്റ് ഉറപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അതിനകത്ത് വേറെ തർക്കമൊന്നും ഇനിയും ഉണ്ടാകത്തില്ല. അത് CPM-നേറ്റ വലിയൊരു പ്രഹരം കൂടിയാണ്.